നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖഭാവവും ശരീരഭാഷയും കൊണ്ട് ശരിക്കും അവരുടെ മനസ്സിലെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ചില സമയങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്ന ആൾ സത്യമാണോ പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളെ ശരിക്കും ഇഷ്ടമാണോ, അല്ലെങ്കിൽ വെറുതെ അഭിനയിക്കുകയാണോ? ഇതെല്ലാം നമുക്ക് അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ചില സൈക്കോളജിക്കൽ സീക്രട്സ് വഴി മനസ്സിലാക്കാം. കാരണം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് സാധാരണ നമ്മൾ മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ്. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ ഒരാളുടെ വാക്കുകൾ കേൾക്കാതെ തന്നെ അവരുടെ ശരീരഭാഷയും ചെറിയ സൂചനകളും നോക്കി അവരുടെ മനസ്സിൽ എന്താണെന്ന് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇത് മാജിക് അല്ല, ഇത് മനുഷ്യ മനസ്സിൻ്റെ ശാസ്ത്രമാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണൂ, കാരണം അവസാനത്തിൽ പറയുന്ന ഒരു ടിപ്പ് മാത്രം അറിയുന്നതിലൂടെ പോലും നിങ്ങൾക്ക് ആളുകളെ മനസ്സിലാക്കുന്ന രീതിയിൽ വലിയ മാറ്റം വരും. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും. കാരണം പലപ്പോഴും ആളുകൾ പറയുന്നതൊന്നായിരിക്കും, അവർ ചിന്തിക്കുന്നത് മറ്റൊന്നും. പക്ഷേ സൈക്കോളജി പറയുന്നത് മനുഷ്യർ വാക്കുകൊണ്ട് മാത്രം ആശയവിനിമയം നടത്തുന്നില്ല എന്നതാണ്. അവരുടെ കണ്ണുകൾ, മുഖഭാവങ്ങൾ, ശരീരത്തിൻ്റെ ചലനങ്ങൾ എല്ലാം അവരുടെ മനസ്സിനെക്കുറിച്ച് സൂചനകൾ നൽകുന്നു. ഇന്ന് അത്തരത്തിലുള്ള ശക്തമായ സൈക്കോളജിക്കൽ സിഗ്നൽസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ ഗോൾഡൻ തോട്ട്സ്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഒന്നാമതായി, കണ്ണുകൾ ഒരിക്കലും കള്ളം പറയാറില്ല. നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. നമ്മുടെ മനസ്സിൽ സന്തോഷവും ദുഃഖവും ആശങ്കകളും ഉണ്ടെങ്കിൽ എത്ര മറച്ചു വെച്ചാലും ശ്രദ്ധിച്ചാൽ മുഖത്തു നിന്നും മനസ്സിലാക്കാം, പ്രത്യേകിച്ച് കണ്ണുകളിൽ നിന്ന്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരാൾ ഇടയ്ക്കിടെ കണ്ണിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അത് ആത്മവിശ്വാസത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും ലക്ഷണമായിരിക്കും. പക്ഷേ കണ്ണിൽ നോക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അസ്വസ്ഥതയുടെയും മറച്ചുവെക്കലിൻ്റെയും സൂചനയായേക്കാം. കള്ളം മറയ്ക്കുമ്പോഴും ആത്മവിശ്വാസക്കുറവും ഉണ്ടാകുമ്പോഴാണ് ഒരാൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കാത്തത്. നോക്കിയാലും അവർ പെട്ടെന്ന് നോട്ടം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. ഇതു മനസ്സിൻ്റെ ശക്തമായൊരു സിഗ്നലാണെങ്കിലും ഈ ഒരു കാര്യം നോക്കി മാത്രം ഒരാളെയും വിലയിരുത്തരുത്. രണ്ടാമതായി, കാലുകൾ പറയുന്ന രഹസ്യം. ഒരു വ്യക്തിയുടെ കാലുകൾ ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൈക്കോളജി പ്രകാരം നമ്മുടെ കാലുകൾ പലപ്പോഴും നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ദിശ കാണിക്കും. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ശരീരം നിങ്ങളിലേക്കായിരിക്കാം, പക്ഷേ കാലുകൾ മറ്റൊരു ദിശയിലേക്കാണെങ്കിൽ അവരുടെ മനസ്സ് ആ സംഭാഷണം ആസ്വദിക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങളുമായി സംസാരിക്കുന്നതിൽ ഇഷ്ടക്കുറവുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായി സംസാരിക്കുന്ന വിഷയം ഇഷ്ടമില്ലാതിരിക്കുകയും അവർ അവിടെ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നുമുണ്ടാകും. ഒരാളുടെ പുഞ്ചിരി പോലും അയാളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എല്ലാ പുഞ്ചിരികളും ഒരുപോലെയല്ല. യഥാർത്ഥ സന്തോഷമുള്ള പുഞ്ചിരിയിൽ ചുണ്ടുകൾ മാത്രമല്ല, കണ്ണുകളും ചിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വെറും മര്യാദയ്ക്കോ അഭിനയത്തിനോ വേണ്ടി ചിരിക്കുന്നവർക്ക് കണ്ണുകളിൽ ആ സന്തോഷം കാണില്ല. ഇതു തിരിച്ചറിയാൻ പഠിച്ചാൽ ആ വ്യക്തി നിങ്ങളോട് യഥാർത്ഥ വികാരമാണോ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നാലാമതായി, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ സൂചന. ഒരാൾക്ക് നിങ്ങളോട് പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ അവർ അറിയാതെ തന്നെ നിങ്ങളെ അനുകരിക്കാൻ തുടങ്ങും. നിങ്ങൾ കൈമടക്കി നിന്നാൽ അവരും അങ്ങനെ ചെയ്യും. നിങ്ങൾ ചിരിച്ചാൽ അവരും ചിരിക്കും. ഇതിനെ സൈക്കോളജിയിൽ മിററിംഗ് എന്ന് വിളിക്കുന്നു. ഇത് പലപ്പോഴും അടുപ്പത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും അടയാളമാണ്. അഞ്ചാമതായി, സാധാരണയായി ശാന്തമായി സംസാരിക്കുന്ന ഒരാൾ ഒരു പ്രത്യേക വിഷയത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് വേഗത്തിൽ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ വളരെ പതുക്കെ? അങ്ങനെയെങ്കിൽ ആ വിഷയം അവരുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം. കാരണം വികാരങ്ങൾ ശക്തമാകുമ്പോൾ സംസാര ശൈലിയും മാറും. ആറാമതായി, നിങ്ങൾ ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉടനെ മറുപടി പറയാതെ കുറച്ച് സമയം ആ വ്യക്തി നിശബ്ദമായി നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ അത് കള്ളത്തരത്തിൻ്റെ ലക്ഷണമല്ല. ഒരുപക്ഷെ ഒന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി വാക്കുകൾ തിരഞ്ഞെടുക്കുകയാണ്, എന്തു പറയണം എന്ന് ആലോചിക്കുകയോ ചെയ്യുന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് ആളുകളുടെ സംസാരത്തിലെ നിശബ്ദതയും ശ്രദ്ധിക്കുക. ഇനി അവസാനത്തേതും ഒരാളെ മനസ്സിലാക്കുന്നതിനുമുള്ള ഏറ്റവും ശക്തമായ ടിപ്പ് പറയാം. ഒരു വ്യക്തിയെ വിലയിരുത്തുന്നതിന് മുമ്പ് അവരെ നന്നായി നിരീക്ഷിക്കുക. അവരെങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, ആരോടാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, എങ്ങനെ പ്രതികരിക്കുന്നു, ഇവയെല്ലാം ശാന്തമായി ശ്രദ്ധിക്കുക. അപ്പോൾ അവർ പറയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും.
പക്ഷേ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നതിലും വലിയ കഴിവ് അവരെ മനസ്സിലാക്കുക എന്നതാണ്. കാരണം എല്ലാവരും എന്തെങ്കിലും പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് സൈക്കോളജി ഉപയോഗിക്കേണ്ടത് ആളുകളെ നിയന്ത്രിക്കാനല്ല, അവരെ കൂടുതൽ മനസ്സിലാക്കാനാണ്. ഇന്നു പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കമൻറ്റിൽ എഴുതൂ. ഇത്തരം സൈക്കോളജി, റിലേഷൻഷിപ്പ്, ലൈഫ് സീക്രട്ട് വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓർമ്മിക്കുക, ആളുകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിവരങ്ങൾ അറിയും, പക്ഷേ അവരുടെ പെരുമാറ്റം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ സത്യങ്ങൾ അറിയും. സോ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.